ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഈ മൊഡ്യൂൾ 1ന്റെ ലാസ്റ്റ് സെക്ഷനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ലാസ്റ്റ് സെക്ഷനാണ് ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ, ഡൈവേഴ്സൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റ്. അതായത് ഈ വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോൺസിനെ കുറിച്ചിട്ടുള്ള ആദ്യത്തെ എക്സ്പെരിമെന്റൽ സപ്പോർട്ട് കൊണ്ടുവന്നത് CJ ഡേവിസണും LH ജെർമറും ആയിരുന്നു. അവർ 1927 ഈ ഒരു മെത്തേഡ്, ഈ ഒരു ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റ് കൊണ്ടുവന്നത്. ഈ രണ്ട് സയന്റിസ്റ്റുകളും സ്കാറ്ററിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ക്രിസ്റ്റൽ സർഫസസിനെ കുറിച്ചിട്ടായിരുന്നു സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ക്രിസ്റ്റലുകളുടെ സർഫസിൽ നിന്നുമുള്ള ഇലക്ട്രോൺസിന്റെ സ്കാറ്ററിങ്ങിനെ കുറിച്ചിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പൊ ഇവര് രണ്ടുപേരും ഇങ്ങനെ എക്സ്പെരിമെന്റ് നടത്തിയപ്പോൾ മനസ്സിലായത് എന്താന്ന് വെച്ചാൽ, അതായത് ഒരു ക്രിസ്റ്റൽ ലാറ്റിസിനെ എക്സ്റേസിന് ഡിഫ്രാക്ഷൻ നടത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് എക്സ്റേസിന് ഡിഫ്രാക്ഷൻ നടക്കുന്നത്, അതുപോലെ തന്നെ ഒരു ബീം ഓഫ് ഇലക്ട്രോൺസ് ഓൾസോ അണ്ടർവെന്റ് ഡിഫ്രാക്ഷൻ ബൈ എ ക്രിസ്റ്റൽ ലാറ്റിസ്. Okay, so they found that a beam of electrons underwent diffraction by a crystal lattice in the same manner as a beam of X-rays. Beam of X-rays ന് ഡിഫ്രാക്ഷൻ പോലെ തന്നെ ഇലക്ട്രോൺസിന്റെ ബീമിനും ഡിഫ്രാക്ഷൻ നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിന് അവര് രണ്ടുപേരും കൂടിയിട്ട് ഒരു സ്കീമാറ്റിക് ആയിട്ടുള്ള ഒരു ഡയഗ്രാം ഇവിടെ കാണിച്ചിരിക്കുകയാണ്. അവരുടെ എക്സ്പെരിമെന്റൽ സെറ്റപ്പിന്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡയഗ്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഹീറ്റഡ് ആയിട്ടുള്ള ഫിലമെന്റ് ഉണ്ട്. ആ ഫിലമെന്റിൽ നിന്ന് വരുന്ന ആ സോഴ്സ്, ഒരു ഇലക്ട്രോൺസിന്റെ സോഴ്സ് ആയിരിക്കും വരുന്നത്. അതിനെ രണ്ട് ചാർജ്ഡ് പ്ലേറ്റ്സിന്റെ ഇടയിൽ കൂടെ പാസ് ചെയ്തു. അതുപോലെ ആ ബീം ഒന്നും കൂടി നാരോ ആക്കാൻ വേണ്ടിയിട്ട് സ്ലിറ്റിൽ കൂടെ പാസ് ചെയ്തു. അങ്ങനെ വരുന്ന ആ ബീം ഓഫ് ഇലക്ട്രോൺസിനെ ഒരു നിക്കൽ ക്രിസ്റ്റലിലേക്ക് വന്ന് പതിക്കുകയാണ്. അവിടെ നിന്ന് ഡിഫ്രാക്ട് ചെയ്ത് വരുന്ന ബീം ഓഫ് ഇലക്ട്രോൺസിനെ ഒരു മൂവബിൾ ആയിട്ടുള്ള ഒരു കളക്ടർ, ഇതാണ് നമ്മുടെ സർക്കുലാർ സ്കെയില്, അതുമ്മ ഒരു കളക്ടർ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ ഭാഗത്ത് വീഴുന്ന ഡിഫ്രാക്റ്റഡ് ബീം ഓഫ് ഇലക്ട്രോൺസിനെയും മെഷർ ചെയ്യാനായിട്ടാണ് ഈ കളക്ടർ ഇതിൽ കൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ കളക്ടർ പിന്നീട് ഒരു ഗാൽവനോമീറ്ററിലേക്കും കൂടി അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഹീറ്റഡ് ഫിലമെന്റിൽ നിന്നും ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കുകയാണ്, അതിന്റെ വേഗത കൂട്ടിപ്പിക്കുകയാണ്. എങ്ങനെ? ബൈ പാസിംഗ് ത്രൂ ചാർജ്ഡ് പ്ലേറ്റ്സ്. ഈ രണ്ട് ചാർജ്ഡ് പ്ലേറ്റ്സിന്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്ത് അതിനെ ആക്സലറേറ്റ് ചെയ്യുകയാണ്. ഹൗ? ദിസ് ചാർജ്ഡ് പ്ലേറ്റ്സ് ആർ കെപ്റ്റ് അറ്റ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഈ രണ്ട് ചാർജ്ഡ് പ്ലേറ്റ്സും ഏകദേശം 40 to 68 വോൾട്സിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിലാണ് ഈ രണ്ട് ചാർജ്ഡ് പ്ലേറ്റ്സും കെപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ ചാർജ്ഡ് പ്ലേറ്റ്സിന്റെ ഉള്ളിൽ കൂടെ വരുന്ന ആ ഒരു പാരലൽ ബീമിനെ നാരോ ബീം ആക്കിയിട്ട് ഈ സ്ലിറ്റിന്റെ ഉള്ളിൽ കൂടി പാസ് ചെയ്ത് നമുക്ക് കിട്ടുകയാണ്. അങ്ങനെ കിട്ടുന്ന ആ ബീമിനെ എന്ത് ചെയ്യുന്നു? ഒരു സ്മൂത്ത് റിഫ്ലക്റ്റിംഗ് സർഫസ്, ഒരു നിക്കൽ ക്രിസ്റ്റലിന്റെ ഏകദേശം 1-1 പ്ലെയിനിന് പാരലൽ ആയിട്ട് ആ വരുന്ന ബീം ഓഫ് ഇലക്ട്രോൺസിനെ ഫോക്കസ് ചെയ്ത് വീഴ്ത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദിസ് നിക്കൽ ക്രിസ്റ്റൽ ഈസ് ഹാവിംഗ് ആൻ FCC ലാറ്റീസ്. ഫേസ് സെന്റേഡ് ക്യൂബിക്, ബോഡി സെന്റേഡ് ക്യൂബിക് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിന് കൂടുതലായിട്ട് നിങ്ങൾക്ക് അടുത്ത സെമ്മിലൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, 4th 5th സെമ്മിലൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ഇങ്ങനെ നാരോ ബീമായി വരുന്ന ആ ഇലക്ട്രോൺസിനെ ഒരു നിക്കൽ ക്രിസ്റ്റലിന്റെ ഫേസ് സെന്റേഡ് ക്യൂബിക് ലാറ്റിസിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഇന്റൻസിറ്റി ഓഫ് ദി സ്കാറ്റേർഡ് ഇലക്ട്രോൺസ്, അങ്ങനെ അവിടെ നിന്നും സ്കാറ്റർ ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസിന്റെ ഇന്റൻസിറ്റി പല ഡിഫറെന്റ് ആംഗിൾസിൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇലക്ട്രോൺ ഡിറ്റക്ടർ ഉപയോഗിക്കുന്നുണ്ട്. അതിനെയാണ് കളക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദിസ് കളക്ടർ ഈസ് മൂവബിൾ അലോങ് എ ഗ്രാജുവേറ്റഡ് സ്കെയിൽ. ഈ കളക്ടർ ഈ ഗ്രാജുവേറ്റഡ് സ്കെയിലിന്റെ കൂടെ മൂവബിൾ ആണ്, മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. Okay, and it is then connected to a sensitive galvanometer. Okay, so it was found that most of the intense reflection took place at an angle of 50 degree. അതായത് എക്സ്പെരിമെന്റ് ക്യാരി ഔട്ട് ചെയ്തപ്പോൾ മനസ്സിലായി ഏറ്റവും ഇന്റൻസ് ആയിട്ടുള്ള റിഫ്ലക്ഷൻ നടക്കുന്നത് 50 ഡിഗ്രീസിലാണ് നടക്കുന്നത്. സോ അറ്റ് എ ടൈം ദ ഇലക്ട്രോൺസ് വെർ ആക്സലറേറ്റഡ് ത്രൂ 54 വോൾട്സ്. നമ്മൾ പറഞ്ഞു ഈ ചാർജ്ഡ് പ്ലേറ്റ്സിന്റെ ഉള്ളിലെ ഏകദേശം പൊട്ടൻഷ്യൽ ഡിഫറൻസ് 40 to 68 ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ 40 to 68 ഏറ്റവും ഇന്റൻസ് ആയിട്ടുള്ള റിഫ്ലക്ഷൻ നടക്കുന്നത് 50 ഡിഗ്രി ആംഗിളിലാണ്. ആ സമയത്ത് ഇലക്ട്രോൺസിന്റെ ആക്സലറേറ്റ് ചെയ്ത വോൾട്ടേജ് എന്ന് പറയുന്നത് 54 വോൾട്സ് ആണ്.
ഓക്കെ, അപ്പൊ ഇന്റൻസ് റിഫ്ലക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് an angle of 50 degree when the electrons were accelerated through 54 volts. അപ്പൊ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ വളരെ ഈസി ആയിട്ടുള്ളതാണ്. പക്ഷെ ചില കാര്യങ്ങൾ നോട്ട് ചെയ്യണം. അതായത് എന്തിനാണ് ഈ ചാർജ്ഡ് പ്ലേറ്റ് വെച്ചിട്ടുള്ളത്, അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അത് ഏത് റേഞ്ചിലാണ്, 40 to 68 വോൾട്ട്. അങ്ങനെ നമ്മൾ സ്ലിറ്റിൽ കൂടെ നമുക്ക് നാരോ ബീമിനെ കിട്ടി, അത് നമ്മൾ നിക്കൽ ക്രിസ്റ്റലിലേക്ക് പതിക്കുകയാണ്. So this beam of electrons is parallel to the 111 plane of a nickel crystal, and this nickel crystal is having FCC lattice. അപ്പൊ 111 പ്ലെയിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് അത് മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ ഓരോ ക്രിസ്റ്റൽസിനും പല പല പ്ലെയിൻസ് ഉണ്ടായിരിക്കും. 111 പ്ലെയിൻ, 110 പ്ലെയിൻ, 001, 100, അങ്ങനെ പലതരത്തിലുള്ള പ്ലെയിൻസ് ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ചിട്ടൊക്കെ ഇനി നിങ്ങൾ ഹയർ സെമ്മുകളിൽ കൂടുതലായിട്ട് പഠിക്കും. സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഒക്കെ വരുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഈ നിക്കൽ ക്രിസ്റ്റലിന്റെ 111 പ്ലെയിനിന് പാരലൽ ആയിട്ടായിരിക്കും ഈ നിക്കൽ ക്രിസ്റ്റലിന്റെ FCC ലാറ്റിസിന് ആയിരിക്കും ഈ ലാറ്റിസിലായിട്ടായിരിക്കും ഈ ബീം ഓഫ് ഇലക്ട്രോൺസ് വന്ന് പതിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കുന്നു, അവിടെ നിന്ന് ഇലക്ട്രോൺസിന് ഡിഫ്രാക്ഷൻ സംഭവിക്കുന്നു. അപ്പൊ അങ്ങനെ വരുന്ന ഇലക്ട്രോൺസിൽ ഏറ്റവും നമുക്ക് ഇന്റൻസ് ബീമായിട്ട് കിട്ടുന്നത് 50 ഡിഗ്രീസിലായിരിക്കും. ആൻഡ് വെൻ ദീസ് ഇലക്ട്രോൺസ് were accelerated through 54 volts. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് കുറച്ച് ഇക്വേഷൻസ് കിട്ടണം അല്ലെ. ഇത് എങ്ങനെയൊക്കെയാണ് ഇത് കാൽക്കുലേഷൻ കിട്ടണം. ഇപ്പൊ നമ്മൾ എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ എത്ര വേവ് ലെങ്ത് ഉണ്ട് അല്ലെങ്കിൽ എത്ര വെലോസിറ്റി ഉണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഇഫ് ആൻ ഇലക്ട്രോൺ ഓഫ് ചാർജ് ഇ, ഇലക്ട്രോണിന്റെ ചാർജ് ഇ എ, മാസ് എം, ആൻഡ് ഇറ്റ് ഈസ് ആക്സലറേറ്റഡ് ടു എ വെലോസിറ്റി സ്മോൾ ലെറ്റർ വി, വെലോസിറ്റി സ്മോൾ ലെറ്റർ വി ആണ്, ബൈ എ പൊട്ടൻഷ്യൽ ഓഫ് വി വോൾട്സ്. അപ്പൊ പൊട്ടൻഷ്യൽ ആണ് ഇവിടെ ക്യാപിറ്റൽ വി ആയിട്ട് തന്നിരിക്കുന്നത്, വെലോസിറ്റി സ്മോൾ വി ആണ്. അപ്പൊ അങ്ങനത്തെ കേസിലെ ദി ഇലക്ട്രിക്കൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ഇലക്ട്രോൺ എന്ന് പറയുന്നത്, അതായത് ഇലക്ട്രോണുമേ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത് വി ഇൻറ്റു ക്യാപിറ്റൽ വി ഇൻറ്റു ഇ ആണ്. അതായത് പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ് ആണ്, ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ ആണ്. സോ ദി ഇലക്ട്രിക്കൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ഇലക്ട്രോൺ എന്ന് പറയുന്നത് ക്യാപിറ്റൽ വി, ദാറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ ആണ്. ആൻഡ് ദിസ് വിൽ ബി ഈക്വൽ ടു ഇറ്റ്സ് കൈനറ്റിക് എനർജി. അപ്പോൾ ഇലക്ട്രിക്കൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ഇലക്ട്രോൺ വിൽ ബി ഈക്വൽ ടു ദ കൈനറ്റിക് എനർജി. അപ്പൊ കൈനറ്റിക് എനർജി എന്താണ്, ഹാഫ് mv², വെയർ v is the വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ അല്ലെ. അപ്പോൾ എന്ത് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം, കൈനറ്റിക് എനർജി ഹാഫ് mv² ഈസ് ഈക്വൽ ടു ഇലക്ട്രിക്കൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ഇലക്ട്രോൺ, ദാറ്റ് ഈസ് ക്യാപിറ്റൽ വി ഇൻറ്റു ഇ, വെയർ ക്യാപിറ്റൽ വി ഈസ് ദ പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, ദാറ്റ് ഈസ് ദ വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2 ക്യാപിറ്റൽ വി ഇ ബൈ എം എന്ന് കിട്ടി. ജസ്റ്റ് ഇവിടുന്ന് റീഅറേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് ഇത്. അതിന് നമ്മൾ വെലോസിറ്റി സ്മോൾ ലെറ്റർ വി എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. ഇനി നമുക്കറിയാം ഡി ബ്രോഗ്ലീസ് എക്സ്പ്രഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. എന്താണ്, ലാംഡ ഈസ് ഈക്വൽ ടു h/mv ആണ് അല്ലെ. അപ്പോൾ ഈ നമ്മുടെ ഇക്വേഷൻ, അതായത് ഡി ബ്രോഗ്ലിയുടെ എക്സ്പ്രഷനിലെ നമുക്ക് ഈ സ്മോൾ ലെറ്റർ വി എന്താണ്, വെലോസിറ്റി ആണ് അല്ലെ, വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ ആണ്. അതിലേക്ക് നമുക്ക് ഈ കിട്ടിയ വെലോസിറ്റിയുടെ വാല്യൂ നമുക്ക് ഇട്ട് കൊടുക്കാം. അതായത് നമുക്ക് എന്ത് ഇട്ട് കൊടുക്കാം, അതായത് ഈ ഇക്വേഷൻ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ വാട്ട് വി ഗെറ്റ്, ദ വേവ് ലെങ്ത് ഓഫ് ദി ഇലക്ട്രോൺ ലാംഡ ഈസ് ഈക്വൽ ടു h/m ഇൻറ്റു വി. ആ വിക്ക് സ്മോൾ ലെറ്റർ വിക്ക് പകരം നമുക്ക് ഈ എക്സ്പ്രഷൻ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്ന് കൃത്യമായിട്ട് ഇതിന്റെ ഉള്ളിൽ നിന്നൊക്കെ മാറ്റി നമ്മളൊന്നും കൂടി മോഡിഫൈഡ് ഇക്വേഷൻ ആക്കിയിട്ട് ദാറ്റ് ഈസ് നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്ത് നിങ്ങൾ എഴുതി നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ലാംഡ ഈസ് ഈക്വൽ ടു h/√2VEM എന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ലാംഡയ്ക്ക് നമുക്ക് h/√2VEM, where h is the Planck's constant, capital V is the potential, small e is the charge, m is the mass of the electron. അപ്പൊ അങ്ങനെ നമ്മൾ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഈ ഇക്വേഷനിലെ. ഈ ഇക്വേഷനിലെ എച്ചിന്റെ വാല്യൂ, എമ്മിന്റെ വാല്യൂ, ഇയുടെ വാല്യൂ ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഈ ഇക്വേഷൻ ഒന്നും കൂടി റെഡ്യൂസ് ചെയ്തിട്ട് എന്തായി, ലാംഡ ഈസ് ഈക്വൽ ടു 12.26 ഇൻറ്റു 10⁻⁻10 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് വി ഇൻറ്റു എം. എം എന്ന് കണ്ടതിന്റെ യൂണിറ്റ് ആയിട്ട് ഓക്കെ ആയിട്ട് കിട്ടി. അപ്പൊ നമുക്ക് മീറ്ററിൽ കണ്ണൊക്കെ നൽകി നമുക്ക് ആംസ്ട്രോങ്ങിലാണ് നമ്മൾ എടുക്കണത്. അപ്പൊ നമുക്ക് ഒന്നും കൂടി നല്ല ഫൈൻ ആയിട്ടുള്ള ഇക്വേഷൻ കിട്ടും. സോ ലാംഡ ഈസ് ഈക്വൽ ടു 12.26 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് വി ആംസ്ട്രോങ് നമുക്ക് കിട്ടി. അപ്പൊ ഈ ഇക്വേഷൻ തന്നെയാണ് ഇത്. അതിനൊന്നും കൂടിയും
ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന രൂപത്തിലാക്കി എഴുതിയതാണ് ഇത്. ഓക്കെ, അപ്പൊ ഇവിടെ വി എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ ആണ്. സോ ഇഫ് ദിസ് വി ഈസ് വാരിഡ് ബിറ്റ്വീൻ 10 and 10,000 വോൾട്സ്, വിയുടെ വാല്യൂ നമ്മൾ 10 മുതൽ 10,000 വോൾട്സ് വരെ വാരി ചെയ്യുകയാണെങ്കിൽ ലാംഡ, അതായത് വേവ് ലെങ്ത്തിന്റെ വാല്യൂ വാരി ചെയ്യുന്നത് 3.877 ആംസ്ട്രോങ് ആൻഡ് 0.1226 ആംസ്ട്രോങ് വരെയാണ്. ഓക്കെ, the fact that X-rays also have wavelength of this order indicates similarity between electron waves and X-rays. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എക്സ്റേസിന്റെ വേവ് ലെങ്ത്തും ഏകദേശം ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇലക്ട്രോൺ വേവ്സും എക്സ്റേസും തമ്മിൽ ഓൾമോസ്റ്റ് സിമിലർ ആണെന്ന്. ഇനി നമ്മൾ പറഞ്ഞു മോസ്റ്റ് ഇന്റൻസ് ആയിട്ടുള്ള റിഫ്ലക്ഷൻ കിട്ടിയത് 50 ഡിഗ്രി ആംഗിളിലായിരുന്നു. വെൻ ഇറ്റ് ഈസ് ആക്സലറേറ്റഡ് ത്രൂ 54 വോൾട്ട്സ് നമ്മൾ ഓൾറെഡി കണ്ടു അല്ലെ. സോ വെൻ ദിസ് വി ഈസ് ഈക്വൽ ടു 54 വോൾട്ട്സ് ദ വാല്യൂ ഫോർ മോസ്റ്റ് ഇന്റൻസ് റിഫ്ലക്ഷൻ ഇൻ ദ എബവ് എക്സ്പെരിമെന്റ് വി ഗെറ്റ് അല്ലെ. അപ്പൊ നമുക്ക് 54 വോൾട്ടില് മാക്സിമം ആയിട്ട് നമുക്ക് എത്ര കിട്ടും നോക്കാം. അതായത് ലാംഡ ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷൻ തന്നെ 12.26 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് വിക്ക് പകരം എന്ത് കൊടുക്കാം? 54 വോൾട്ട്സ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരാണ് 1.668 ആംസ്ട്രോങ് എന്നുള്ളത്. ഈ വാല്യൂ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഈ ഇക്വേഷൻസ് അറിയണം. ഇത് ലാംഡ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ് യൂസിങ് ദിസ് ഡി ബ്രോഗ്ലീസ് ഇക്വേഷൻ. അപ്പൊ നമുക്ക് മാക്സിമം മോസ്റ്റ് ഇന്റൻസ് റിഫ്ലക്ഷൻ കിട്ടുന്ന 54 വോൾട്ട്സില് നമുക്ക് കിട്ടുന്ന വേവ് ലെങ്ത് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അപ്പൊ ആ ഒരു ഭാഗം അതോടുകൂടി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യാണ്. ഇത് നമുക്ക് ഡി ബ്രോഗ്ലി വരെ കിട്ടിയ വേവ് ലെങ്ത് ആണ്. ഓക്കെ, ഇനി നമ്മൾ ബ്രാഗ്സ് ഇക്വേഷൻ ഡിറൈവ്ഡ് ഫോർ ദ എക്സ്റേ ഡിഫ്രാക്ഷൻ. നമുക്കറിയാം ബ്രാഗ്സ് ഇക്വേഷൻ എക്സ്റേ ഡിഫ്രാക്ഷന് വേണ്ടിയിട്ട് ഓൾറെഡി ഡിറൈവ് ചെയ്തുള്ളത് നമുക്കറിയാം, നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ എന്താണ്? എൻ ലാംഡ ഈസ് ഈക്വൽ ടു 2d സൈൻ തീറ്റ എന്നാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ലാംഡ കിട്ടും വേവ് ലെങ്ത്, അതായത് 2d സൈൻ തീറ്റ ബൈ എൻ. എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റീജർ ആണ്, അതായത് 1 2 3 4 എക്സെട്ര ഓർഡർ ഓഫ് ഡിഫ്രാക്ഷൻ ആണ്. ഇനി ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഇന്റർപ്ലാനാർ ഡിസ്റ്റൻസ്, പ്ലെയിൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്, ഇന്റർപ്ലാനാർ ഡിസ്റ്റൻസ് ആണ്. തീറ്റ എന്ന് പറയുന്നത് ഗ്ലാൻസിങ് ആംഗിൾ ആണ് അറ്റ് വിച്ച് ഡിഫ്രാക്ഷൻ ഒക്വേഴ്സ്. ഓക്കെ, അപ്പോ ഇഫ് ഡി ബ്രോഗ്ലീസ് കൺസെപ്റ്റ് ഓഫ് വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി ഫോർ ഇലക്ട്രോൺസ് ഈസ് കറക്റ്റ്. ഡി ബ്രോഗ്ലി പറഞ്ഞത് എന്താണ്? വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി ഉണ്ട് ഇലക്ട്രോൺസിന്. അത് കറക്റ്റ് ആണെങ്കിൽ crystals should be able to act as diffraction gratings for electron waves just as for X-rays. അപ്പോൾ ഡി ബ്രോഗ്ലിയുടെ കൺസെപ്റ്റ് അനുസരിച്ച് വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി ഇലക്ട്രോൺസിനും ഉണ്ടെങ്കിൽ ഈ ക്രിസ്റ്റൽസ് ഒക്കെ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്സിനായിട്ട് ഇലക്ട്രോൺ വേവ്സിനും കൂടി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റണം അല്ലെ, ജസ്റ്റ് ആസ് ഫോർ എക്സ്റേസ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദ ബ്രാഗ്സ് ഇക്വേഷൻ ഷുഡ് ബി ഈക്വലി വെൽ അപ്ലിക്കബിൾ ടു ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ ആസ് വെൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബ്രാഗിന്റെ ഈ ഇക്വേഷനും ഇലക്ട്രോൺ ഡിഫ്രാക്ഷനെ അപ്ലിക്കബിൾ ആയിട്ട് വരേണ്ടതാണ് അല്ലെ. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, രണ്ടോ ഒന്ന് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കാണ്. ഓക്കെ, നമുക്ക് ഡി ബ്രോഗ്ലിയുടെ ആ വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഇലക്ട്രോൺസിന്റെ വാല്യൂ ആണ്, വേവ് ലെങ്ത് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. മാക്സിമം ഇന്റൻസ് റിഫ്ലക്ഷൻ കിട്ടുന്ന ആ പർട്ടിക്കുലർ വാട്ടിൽ കിട്ടിയതാണ് വേവ് ലെങ്ത് ഇത്. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണ് ബ്രാഗ്സ് ഇക്വേഷൻ വഴി നമുക്ക് ഇതന്നെ കിട്ടുന്നുണ്ടോ എന്ന്. അപ്പൊ നമുക്കറിയാം ബ്രാഗ്സ് ഇക്വേഷനിൽ ഫസ്റ്റ് ഓർഡർ റിഫ്ലക്ഷൻ n ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ 111 പ്ലെയിൻ ഓഫ് ദ നിക്കൽ ക്രിസ്റ്റൽ ആണെങ്കിൽ ഡി എന്ന് പറയുന്ന വാല്യൂ കിട്ടുക 1.075 ആംസ്ട്രോങ് ആണ്. അങ്ങനെയാണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. തീറ്റ ഈസ് ഈക്വൽ ടു 50 ഡിഗ്രിയിലായിരുന്നു അതായത് മോസ്റ്റ് ഇന്റൻസ് റിഫ്ലക്ഷൻ കിട്ടിയത് അല്ലെ. 54 വോൾട്സിലും 50 ഡിഗ്രി ാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ അതിലത്തെ ലാംഡ നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോ ലാംഡ ഈസ് ഈക്വൽ ടു 2d സൈൻ തീറ്റ ബൈ എൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പൊ 2 ഇൻറ്റു 1.075 അതായത് ഡി ഇൻറ്റു സൈൻ തീറ്റ. തീറ്റ എന്ന് പറയുന്നത് മാക്സിമം ഇന്റൻസ് റിഫ്ലക്ഷൻ കിട്ടുന്നത് 50 ഡിഗ്രിയിലാണ്. അപ്പൊ ഇൻറ്റു സൈൻ 50 ഡിഗ്രി ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. അത് ഇട്ടു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 1.648 ആംസ്ട്രോങ് കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത ലാംഡ എന്ന് പറയുന്നത് 1.648. ഇനി ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റ് വഴി കാൽക്കുലേറ്റ് ചെയ്ത 1.668 ആംസ്ട്രോങ്. അപ്പൊ ഓൾമോസ്റ്റ് രണ്ടും സെയിം ആണ്. ഇത് 1.668 ആംസ്ട്രോങ്ങും ഇത് 1.648 ആംസ്ട്രോങ്ങും ആണ്. So this value of lambda calculated by Davison and Germer from the Bragg's equation B was found to be
ക്ലോസ്ലി സിമിലർ ടു ദാറ്റ് കാൽക്കുലേറ്റഡ് ഫ്രം ഡി ബ്രോഗ്ലീസ് റിലേഷൻ. അപ്പോൾ നമ്മുടെ ഇതായിരുന്നു ഡി ബ്രോഗ്ലിയുടെ റിലേഷൻ അല്ലെ. ഡി ബ്രോഗ്ലിയുടെ റിലേഷൻ ആണ് ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത ലാംഡയാണ് ഈ കാണുന്നത്. ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത ഈ ലാംഡയും അതുപോലെ നമ്മള് ബ്രാഗ്സ് ഇക്വേഷൻ അല്ലെ, ബ്രാഗ്സ് ഇക്വേഷൻ വഴി കാൽക്കുലേറ്റ് ചെയ്ത ലാംഡയും ഓൾമോസ്റ്റ് എന്താണ്, ക്ലോസ് എഗ്രിമെന്റിലാണ്. So this close agreement confirmed that it was the electron diffraction by the nickel crystal that occurred in the Davison-Germer experimental setup, establishing the wave nature of electron. അപ്പോൾ ഇങ്ങനത്തെ ഈ ക്ലോസ് എഗ്രിമെന്റ് കൺഫേം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ ബൈ നിക്കൽ ക്രിസ്റ്റൽ ഒക്വർ ചെയ്തു ഡേവിസൺ ജെർമർ എക്സ്പെരിമെന്റിലും. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോൺസിനെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് തരത്തിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. നമ്മൾ ഡി ബ്രോഗ്ലീസ് റിലേഷൻഷിപ്പ് വെച്ചിട്ട് നമ്മൾ ലാംഡ കാൽക്കുലേറ്റ് ചെയ്തു. അത് ലാംഡ കാൽക്കുലേറ്റ് ചെയ്തത് മാക്സിമം മോസ്റ്റ് ഇന്റൻസ് റിഫ്ലക്ഷൻ ഒക്വർ ചെയ്യുന്ന 54 വോൾട്സിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതുപോലെ നമ്മൾ ഈ ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റിൽ തന്നെ ബ്രാഗ്സ് ഇക്വേഷൻ എക്സ്റേ ഡിഫ്രാക്ഷന്റെ വഴി നമ്മൾ ലാംഡ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് വാല്യൂസും കൂടി നമ്മൾ കമ്പയർ ചെയ്തു. അപ്പോൾ ഇതിൽ തീറ്റ നമ്മൾ എത്രയാണ് കൊടുത്തത്, 50 ഡിഗ്രിയാണ് കൊടുത്തത്. അത് എന്തുകൊണ്ടാണ്, അവിടെയാണ് ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റിലെ മോസ്റ്റ് ഇന്റൻസ് റിഫ്ലക്ഷൻ ഒക്വർ ചെയ്ത ആംഗിള് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ തീറ്റയ്ക്ക് 50 ഡിഗ്രി എന്ന് കൊടുത്തത്. അതുപോലെ ഇതിൽ 54 എന്ന് വോൾട്ട് കൊടുത്തത് എന്തുകൊണ്ടാണ്, ഡേവിസൺ ജെർമർ എക്സ്പെരിമെന്റിൽ മോസ്റ്റ് ഇന്റൻസ് റിഫ്ലക്ഷൻ ഒക്വർ ചെയ്ത വോൾട്ട് എന്ന് പറയുന്നത് 54 വോൾട്ട് ആണ്. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ വഴിയും, അതായത് ഇക്വേഷൻ എ, ഇതാണ് ഇക്വേഷൻ എ. നോക്കൂ, ഇത് ലാംഡ is equal to 12.26 by square root of V into അത്ര ആംസ്ട്രോങ്. ഈ V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ. ആ ഇക്വേഷൻ വെച്ചിട്ടും അതുപോലെ ലാംഡ ഇസ് ഈക്വൽ ടു 2d സൈൻ തീറ്റ ബൈ n, ആ ഇക്വേഷൻ വെച്ചിട്ടും നമുക്ക് കിട്ടുന്നത് ഓൾമോസ്റ്റ് സെയിം വാല്യൂസ്. ഒന്നിന്റെ കേസിൽ 1.668ഉം മറ്റേതിന്റെ കേസിൽ 1.648ഉം ആണ് കിട്ടിയത്. So this close agreement confirmed that it was the electron diffraction by the nickel crystal that occurred in the Davison-Germer experiment setup, establishing the wave nature of electrons. അങ്ങനെ നമ്മൾ ഇലക്ട്രോൺസിന്റെ വേവ് നേച്ചറും കൂടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിച്ചു. ഓക്കെ, അപ്പൊ ഇതോടുകൂടി ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവാണ്. ഇനി ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഗൂഗിൾ ക്ലാസ് റൂമിലെ ഈ ഭാഗത്തിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയുള്ള കുറച്ച് പ്രോബ്ലംസ്, ഇതിൽ കുറച്ച് വർക്ക്ഔട്ട് ചെയ്ത പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ ഫോട്ടോ എടുത്തിട്ടാണ് ഞാൻ എന്റെ കയ്യിലുള്ള ജസ്റ്റ് ആ ഗൈഡിൽ നിന്ന് കിട്ടിയ ക്വസ്റ്റ്യൻസ് ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അതിൽ വർക്ക്ഔട്ട് ചെയ്തതിലെ ആ ടെക്സ്റ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്വയം വർക്ക്ഔട്ട് ചെയ്യുക, എന്നിട്ട് ആൻസർ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ഡിസ്കസ് ചെയ്യണമെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് നമുക്ക് ഗൂഗിൾ മീറ്റ് എങ്ങാനും വിളിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനൊരു 10 ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടുന്നുണ്ട്. വിത്ത് ടെക്സ്റ്റിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്ത, എൻ്റെ കയ്യിലുള്ള ഗൈഡിൽ വർക്ക്ഔട്ട് ചെയ്തതാണ്. അപ്പോൾ അത് വെച്ചിട്ട് അത് നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കണം. അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും, എങ്ങനെയാണ് പ്രോബ്ലംസ് വരുന്നത് എന്നൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ മൊത്തമായിട്ട് വായിക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. മെസ്സേജ് ചെയ്തിട്ടോ വാട്സപ്പ് വഴി എങ്ങനെയാച്ചാൽ ചോദിക്കുക. അതുപോലെ നിങ്ങൾ ഈ പ്രോബ്ലംസ് 10 എണ്ണം ഞാൻ പറഞ്ഞല്ലോ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്ന്, ആ 10 പ്രോബ്ലംസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. അപ്പോൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് ഡൗട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ആ ആൻസർ അല്ല എനിക്ക് കിട്ടുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 2 ചാപ്റ്ററും കഴിഞ്ഞിട്ട് കോമൺ ആയിട്ട് അസൈൻമെന്റ് ആയിട്ട് ഞാൻ വേറെ കുറച്ച് പ്രോബ്ലംസും കൂടിയും തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടൊന്ന് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഞാൻ തരുന്ന പ്രോബ്ലംസും കൂടി വർക്ക്ഔട്ട് ചെയ്യണം. എന്നാലും നമുക്ക് കൃത്യമായിട്ട് ആ ഭാഗത്തിനെ കുറിച്ച് ഫോർമുലാസൊക്കെ ഒന്നും കൂടിയും മനസ്സിലുറക്കണമെങ്കിൽ അങ്ങനെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പം മിനിമം ഈ പ്രോബ്ലമെങ്കിലും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. പ്രോബ്ലംസ് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്നാൽ കുറച്ചൊരു അവബോധം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രോബ്ലംസ് ഇപ്പോൾ തരുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ചാപ്റ്റർ മൊത്തമായിട്ട് നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ ആണ്. എനിക്ക് ഈ സെമ്മിൽ നിങ്ങൾക്ക് 2 ചാപ്റ്റർ ആണുള്ളൂ, ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും. ഫസ്റ്റ് ചാപ്റ്റർ ഫിനിഷ്ഡ് ആയി. അപ്പോൾ നിങ്ങൾ ഓൾമോസ്റ്റ് ഈ ചാപ്റ്റർ എല്ലാ ക്ലാസ്സുകളും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് വീഡിയോസ് എന്തെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ കാണുക, എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് ഒന്നും കൂടി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.